ഒരു ഘട്ടം കഴിയുമ്പോൾ കോൺഗ്രസിൽ നിന്ന് പലരും BJP-യിലേക്ക് വരും. അതിന് വല്ല സാധ്യതയും കാണുന്നു? അത് കുറെ കാലമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന കാര്യമല്ല. ഇതുവരെ ആരും പോകണം. കേരളത്തിൽ നിന്ന് പ്രമുഖരാരും പോകാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു കാരണവശാലും ഇല്ല. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഇവരെത്ര കാലം ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാനിങ്ങനെ വഴിക്കണ്ണിട്ട് നോക്കിയിരിക്കണം. ഇപ്പൊ ആര് പോകുന്നു കണ്ടിട്ടില്ല. സംശയമില്ല, ഒരു സംശയമില്ല. നമുക്ക് കാണാം. കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ ആരും പോകാൻ വഴിയില്ല. അതില്ല, ഒരു കാരണവശാലും ഇല്ല. എന്തോ എങ്ങനെ വിവരക്കേട് പറയാതെ സ്ത്രീയെ. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം പത്മജ വേണുഗോപാൽ BJP-യിൽ ചേർന്നു. വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. അവൻ നമ്മളെ പറ്റിച്ചു. കഷ്ടായി പോയി. ദില്ലിയിലെ BJP ആസ്ഥാനത്തെത്തി കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറിൽ നിന്നാണ് പത്മജ അംഗത്വം സ്വീകരിച്ചത്. പോയി പിണങ്ങിപ്പോയി. കൊലച്ചോ? ഏതു വാഴ? കൊലച്ചതല്ല, ആ പുഷ്പവല്ലി നമ്മളെ തൊലച്ചു. ശങ്കരമംഗലത്തെ രേവതിയമ്മ എന്തൊക്കെയാ കാണിക്കാൻ പോകുന്നു കണ്ടോളൂ. ഓഹോ, കണ്ടോണ്ട് തന്നെ ഇരിക്കണത്. പക്ഷേ ഇത് എവിടെ വെച്ചെത്തും എന്നാണ് നിശ്ചയില്ലാത്തത്. മോദി കരുത്തനായ നേതാവെന്ന് പത്മജ പ്രശംസിച്ചു. പത്മജയ്ക്ക് കാര്യമായ പരിഗണന നൽകുമെന്ന് സൂചിപ്പിച്ച ജാവ്ദേക്കർ കേരളത്തിൽ വലിയ മാറ്റം വരികയാണെന്ന് അവകാശപ്പെട്ടു. എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്തെങ്കിലും ഒന്ന് പറയടോ. എന്തെങ്കിലും ഒന്ന് പറയടോ. ഭാരതമാതാക്കി ജയ്. അതും ഇതുമായിട്ട് എന്താ ബന്ധം? താനല്ലേ പറഞ്ഞ എന്തെങ്കിലും ഒന്ന് പറയാൻ. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. എല്ലാവരും പോയിക്കോ. ചെല്ലേ, നീ പോയി കിടന്നോടാ. അല്ല, നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? പോ. കെടാ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.